തന്നെ മാത്രം ഉറ്റുനോക്കുന്ന അവന്റെ കണ്ണിലേക്ക് നോക്കാനാവാതെ ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് അവനിൽ നിന്ന് കൈ പിൻവലിക്കാൻ ഞെരുപിരി കൊള്ളുന്ന വൈശു. വൃന്ദ അവന്റെ നേർക്ക് ശബ്ദമെടുത്തെങ്കിലും അവനതൊന്ന് കേട്ട മട്ടില്ലാതെ വൈശുവിനെ തന്നെ കണ്ണെടുക്കാതെ വല്ലാത്തൊരു നോട്ടം നോക്കിക്കൊണ്ട്, എന്റെ ചെക്കനെ വേദനിപ്പിച്ചിട്ട് ഇത്ര എളുപ്പത്തിൽ നിന്നെ ഞാൻ പോകാൻ അനുവദിക്കില്ല. എന്നെ വിട്, എനിക്ക് വേദനിക്കുന്നു. വിടാൻ പറഞ്ഞില്ലേ? എന്റെ സമ്മതമില്ലാതെ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? മര്യാദയ്ക്ക് എന്നെ വിട്. പേടിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നിയ വൈശു തന്റെ ദേഷ്യം മൊത്തം പുറത്തെടുത്ത് അവനോട് കയർത്തെങ്കിലും അവൻ അതൊന്നും എവിടെയും ഏശാത്ത മട്ടിൽ അവളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽപ്പാണ്. ബ്രോ വേണ്ട, വിട്ടേക്ക്, ഇത് കോളേജാ, ഒരു സീൻ ഉണ്ടാക്കണ്ട. അലക്സിന് പിന്നിൽ നിന്ന് ഫിലിക്സ് അവനോട് പറഞ്ഞതിന് അലക്സ് അവനെ ഒന്ന് നോക്കിയതും കിട്ടിയ അവസരം മുതലെടുത്ത് വൈശു അവന്റെ പിടിയിൽ നിന്ന് കൈപിടി വെച്ചു. അവന്റെ ശ്രദ്ധ മാറിയ നിമിഷം അവൾ വൃന്ദയുടെ കൈ പിടിച്ച് ഓടാൻ ഒരുങ്ങിയതും സെക്കൻഡുകൾക്കുള്ളിൽ അലക്സ് വീണ്ടും അവളുടെ മുന്നിൽ തടസ്സമായി നിന്നിരുന്നു. എന്നെ വേദനിപ്പിച്ചിട്ട് നീ എങ്ങോട്ടാ ഓടുന്നേ? അങ്ങനെ നിന്നെ പോകാൻ ഞാൻ അനുവദിക്കില്ല. നീ ഇപ്പൊ ചെയ്തതിന് അലക്സ് മറക്കില്ല. അതിനുള്ള മറുപടി കേൾക്കേണ്ടി വന്നിരിക്കും എന്നവൻ പറഞ്ഞു കേട്ട് വൈശുവിന്റെ വയറു നാളി. പകച്ചവനെ നോക്കവേ അവൻ ചുറ്റും നോക്കിക്കൊണ്ട്, ഇവിടെ വെച്ച് സംസാരിക്കണ്ട, നിനക്കുള്ള എന്റെ മറുപടി കേട്ടിട്ട് മാത്രമേ നീ ഇവിടെ നിന്ന് പോകൂ. പറഞ്ഞു കഴിഞ്ഞ നിമിഷങ്ങൾക്കകം അവൻ കണ്ണുമിഴിച്ച് നിൽക്കുന്ന അവളെ അടുത്തുള്ള ക്ലാസ് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിരുന്നു. ചേച്ചി എന്നുള്ള വൃദ്ധയുടെ ശബ്ദവും ബ്രോ വേണ്ട എന്നൊക്കെയുള്ള ശബ്ദത്തിന് പിന്നാലെ ഡോർ അടഞ്ഞതും ഒരുമിച്ചായിരുന്നു. സ്വബോധം വീണ്ടെടുത്ത് വൈശു അപ്പോന്ന് വിളിച്ചുകൊണ്ട് ഡോറിന്റെ അടുത്തേക്ക് ഓടിയെങ്കിലും അതിനു മുന്നേ ഡോർ അടഞ്ഞതോടെ അവളുടെ മനസ്സിൽ ആശങ്ക നിറഞ്ഞിരുന്നു. ഭയത്തോട് അവനെ നോക്കവേ ഒരു കാൽ ഡോറിനടികെ ചാരി നിന്നുകൊണ്ട് അവളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ചുണ്ടിലുള്ള സിഗരറ്റിലേക്ക് ലൈറ്റർ കത്തിച്ച് പിടിച്ചതാണ് കണ്ടത്. എന്താ തന്റെ ഉദ്ദേശം? ഡോർ തുറക്ക്, എനിക്ക് പോണം. ഉള്ളിൽ ഹൃദയം എന്തിനെന്നില്ലാതെ മിടിക്കുന്നതിനിടയിലും ധൈര്യം കൈവരിച്ച് അവനോടായി പറഞ്ഞതും അവൻ പുക ഒരു വശത്തെ കൂതി വിട്ടുകൊണ്ട് ഗൗരവത്തോടെ അവളുടെ അടുത്തേക്ക് നടന്നു. അവൾ ബാഗ് തന്റെ നെഞ്ചോട് ചേർത്ത് അമർത്തി പിന്നോട്ട് നടക്കവേ, നീ എന്നെ മറന്നതോ അതോ ഓർക്കാത്തതോ എന്ന് ചോദിച്ചതും അവൾ ഒരു ഉൾക്കിടിലത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കാതെ കണ്ണുകൾ പിടയവേ പെട്ടെന്നാണ് അവന്റെ ശ്രദ്ധ അവൾക്ക് നേരെ തിരിഞ്ഞത്. അന്ന് നടന്ന കാര്യം ഞാൻ മറക്കുമെന്ന് കരുതിയോ? അത്ര എളുപ്പത്തിൽ അത് മറക്കാൻ എനിക്ക് കഴിയില്ല. അന്ന് നീ എനിക്ക് നൽകിയ അപമാനം അലക്സ് മറന്നിട്ടില്ല. ഇന്നേ വരെ ആരും എന്റെ മുന്നിൽ ഇങ്ങനെ നിന്നിട്ടില്ല. വെറുതെ അല്ലല്ലോ അന്ന് ഞാൻ പ്രതികരിച്ചത്. നിങ്ങൾ ചെയ്ത കാര്യത്തിനുള്ള പ്രതിഷേധമായിരുന്നു. എന്നോട് മോശമായി പെരുമാറിയതിലാണ് അന്ന് ഞാൻ പ്രതികരിച്ചത്. ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. വൈശു ധൈര്യത്തോടെ മറുപടി പറഞ്ഞു. അലക്സിന്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞെങ്കിലും അവൻ സ്വയം നിയന്ത്രിച്ചു. നീ എന്നെ എതിർത്തതിന്റെ ഫലം എന്താണെന്ന് നീ ഉടനെ അറിയും. അവൻ അവളുടെ വഴി തടഞ്ഞു. വൈശു ഭയന്നെങ്കിലും അവനെ മറികടക്കാൻ ശ്രമിച്ചു. അവന്റെ ആ ഭാവത്തിൽ അവളൊന്ന് വിറച്ചുപോയി. എന്നെ പോകാൻ അനുവദിക്ക്. ഇനി നിന്നെ തടയാൻ എനിക്കൊരു കാരണവും വേണ്ട. പക്ഷേ ഇന്ന് നീ എൻ്റെ വാക്കുകൾ അവഗണിച്ചെൻ്റെ മറുപടി കേൾക്കേണ്ടി വരും. നിന്നെ സ്പർശിക്കാതെ തന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ മനസ്സിലാക്കി തരാം എന്ന് പറഞ്ഞവൻ കവളുടെ അരികിൽ കൈ ചേർത്ത് വന്യമാർന്ന നോട്ടം നോക്കി ഒരടി പിന്നിലേക്ക് നീങ്ങിയത് കണ്ട് പേടിയോടെ അവനെ നോക്കവേ അവൻ തന്റെ ജാക്കറ്റ് അഴിക്കുന്നത് കണ്ടതും ഒരു തരം വിറയലോടെ അവൾ അവനെ നോക്കി. അടുത്ത നിമിഷം സ്വബോധം വീണ്ടെടുത്ത് കണ്ണുകൾ ഡോറിന്റെ അടുത്തേക്ക് പായവേ ധൈര്യം വീണ്ടെടുത്ത് അങ്ങോട്ടേക്കായി ഓടവേ പെട്ടെന്ന് അവളുടെ വഴുതടഞ്ഞ് അവളെ മുന്നോട്ട് മാറാൻ അനുവദിക്കാതെ അവൻ മുന്നിൽ നിന്നു. വിടന്നെ. വൈശു അവന്റെ പിടിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചതും അലക്സ് പെട്ടെന്ന് അവളുടെ മുന്നിലെത്തി വഴി തടഞ്ഞു. അവൾ ചുമരിനരികിലേക്ക് നീങ്ങിയതും അവൻ അവളുടെ മുന്നിൽ ഉറച്ചു നിന്നു. പിടയ്ക്കാതെ നിൽക്ക്. എന്നെ എതിർക്കാനുള്ള നിന്റെ ധൈര്യം എത്രയെന്ന് അലക്സ് കണ്ടറിയട്ടെ. കണ്ണുകളിലേക്ക് വല്ലാത്ത തീക്ഷ്ണമായ നോട്ടത്തോടെയുള്ള അവന്റെ പറച്ചിൽ കേട്ട വൈശു ഭയന്ന് വിറച്ച് അവനെ നോക്കി. കണ്ണുകൾ പിടയവേ ഹൃദയം പെരുമ്പറ കുട്ടുന്ന ശബ്ദം അവളുടെ കാതിൽ കേൾക്കാമായിരുന്നു. അലക്സ് അവളെ തന്നെ നോക്കി നിൽക്കവേ അവളുടെ അടുത്തേക്ക് നീങ്ങാൻ ഒരുങ്ങിയതും അവൾ ഭയന്ന് കണ്ണുകൾ മുറുക്കി അടച്ചിരുന്നു. ഇവിടെ നിന്ന് പോകാൻ ശ്രമിക്കണ്ട. അലക്സിന് നീ അറിയും. അത് വേണോ? പറഞ്ഞു കഴിഞ്ഞ് അവൻ അവളെ വിട്ടതും വൈശു ചുമരിൽ ഇടിച്ചു നിന്ന് പകപ്പോടെ അവനെ നോക്കവേ അവൻ വീണ്ടും ഷർട്ടിന്റെ ബട്ടൺ ഇളക്കി മാറ്റിയത്. പെട്ടെന്ന് വൈശുവിന്റെ ഉള്ളിൽ വീണ്ടും ഭയം നിറഞ്ഞു. ഇനിയും താൻ തോറ്റുകൊടുക്കാൻ പാടില്ലെന്നോർത്ത് ക്രമാതീതമായി ഹൃദയമിടിപ്പിനോടൊപ്പം അവനെ തെള്ളി മാറ്റി ഓടവേ പെട്ടെന്നാണ് അവളുടെ മുടി അവന്റെ കരങ്ങളാൽ ക്ലിപ്പിനോടൊപ്പം തന്നെ അഴിഞ്ഞു താഴേക്ക് വീണത്. ഇടുപ്പ് വരെയുള്ള മുടി അഴിഞ്ഞു വീണതറിഞ്ഞ് ഞെട്ടലോടെ അവൾ വെട്ടിത്തിരിഞ്ഞതും അവൻ ഒരു വിജയച്ചിരി ചിരിച്ച് അടുത്തേക്ക് വന്ന് അവളുടെ നെറ്റിയിലെ ചന്ദനത്തിലേക്ക് നോക്കി. അവനൊരു പരിഹാസച്ചിരി ചിരിച്ചുകൊണ്ട് അത് മായ്ച്ചു കളഞ്ഞുകൊണ്ട് ഒരു കണ്ണിറക്കി. ഇത്രയൊക്കെ മതിയാകും എന്ന് പറഞ്ഞ് അവനൊരു പരിഹാസ ചിരിയുടെ പിന്നിലേക്ക് നീങ്ങി. എന്നാ ചെയ്യുമെന്ന് ചോദിച്ചില്ലേ നീ? എനിക്ക് വേണ്ടത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നീ പൊക്കോ
എന്ന് നാവിനാൽ ഉരുവിട്ട് അവൻ പിന്നിലേക്ക് അടിവെക്കുന്നതിനോടൊപ്പം തന്നെ പോക്കറ്റിൽ നിന്ന് ചുവടങ്ങ വായിലിട്ട് ചവച്ച് ഒരുതരം വിജയച്ചിരിയോടെ മുടിയിഴകൾ വിരലാൻ ചീകിയിട്ട് വന്യമായ ചിരിയലെ തന്നെ ഒഴിഞ്ഞുകൊണ്ട് ജാക്കറ്റ് തോളിലിട്ട് തിരിഞ്ഞു പോയതും അവന്റെ ചെയ്തികൾ ഓരോന്ന് നോക്കി നിന്ന് അവൾക്ക് ഒരു നിമിഷം വേണ്ടി വന്നു അവൻ എന്താ ചെയ്തതെന്ന് മനസ്സിലായതും വയറൊന്നാളി ശരീരത്തിനുള്ളിൽ ഒരു വിറയൽ അനുഭവപ്പെട്ടതും ഞെട്ടിവറച്ച് അവനെ നോക്കവേ അവൻ ഡോറ് തുറന്നതും ഒരുമിച്ചായിരുന്നു. ക്യാമ്പസിലെ സ്റ്റാഫ്സ് അടക്കം ഡോറിനു പുറമെ ആശങ്കയോടെ തിങ്ങി നിൽക്കുന്നവർ. പലരുടെ അടക്കം പറച്ചിൽ കേൾക്കാം. അപ്പുവിന്റെ ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നു. അലക്സ് ഡോറ് തുറന്നതും പൊടുന്നടെ അപ്പു ദേഷ്യം മുഴുവൻ പുറത്തെടുത്ത് അവന്റെ കോളറിൽ പിടിച്ചുലച്ചു. ഡോ, താൻ എന്താ ചെയ്തേ? എന്റെ ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ച തന്നെ ഞാൻ വെറുതെ വിടില്ല, നോക്കിക്കോ. രോഷാകുലയെ സങ്കടവും ദേഷ്യവും കലർന്ന ഭാവത്തോടെ അലക്സിനെ നോക്കി അപ്പു പറഞ്ഞതും അലക്സ് അവളെ ഒന്ന് നോക്കി. പതിവ് സ്ഥായി ഭാവത്തോടെ അവളുടെ കൈ എടുത്തു മാറ്റി. ഞാൻ എന്നാ ചെയ്തതെന്ന് അവളോട് തന്നെ ചോദിക്ക് എന്നും പറഞ്ഞവ ചുവടിങ്ങ ചവച്ചുകൊണ്ട് ഒരു കുതിർന്ന ചിരി ചിരിച്ചു ഒരു ഭാഗത്തെ തോളിലൂടെ ജാക്കറ്റ് ഇട്ട് ആൾക്കൂട്ടത്തിനിടയിലൂടെ തന്നെ മിഴിച്ചു നോക്കുന്ന ആളുകളെ ഒന്ന് നോക്കി. എന്തോ പറയാനൊരുങ്ങുന്ന ഫിലിക്സിന്റെ തോളിലൂടെ കൈയിട്ട് നടന്നു നീങ്ങവേ അവനെ മിഴിച്ചു നോക്കിയ അത്രയും കണ്ണുകൾ അവനെ വഴിമാറി കൊടുത്തിരുന്നു. അലക്സ് പോയതിന് പിന്നാലെ വൈശു പുറത്തേക്ക് വന്നത് കണ്ട് അപ്പു അവൾക്കടുത്തേക്ക് ഓടിയെത്തിക്കൊണ്ട് ചേച്ചിന്ന് വിളിച്ചതും വൈശു അവിടെ ഒരു നിമിഷം പോലും നിൽക്കാതെ അപ്പുവിന്റെ കൈ പിടിച്ച് അവളെയും കൊണ്ട് അവിടുന്ന് പോയിരുന്നു. ഈ സമയം പമ്പിൽ വൺ മോർ അലക്സ് മദ്യം സെർവ് ചെയ്യുന്ന ആളെ നോക്കി വിളിച്ചു കൂവി. ഇനഫ് ബ്രോ, ഇപ്പൊ തന്നെ കൂടുതലാണ്, അന്നമ്മ പൊക്കുവേ. മിണ്ടാതിരിയടാ. അലക്സിനോട് ഒറ്റ വാക്കി പറയാനുള്ളത് വിഴുങ്ങി അവന്റെ ഗ്ലാസ് വായിലേക്കാക്കി. ഇന്നലെ ഫ്രണ്ട്സിന്റെ വീട്ടിലായിരുന്നത് കൊണ്ട് ഫിലിക്സ് അലക്സ് നാട്ടിലെത്തിയത് അറിഞ്ഞിരുന്നില്ല. ചുറ്റിലും ഒഴുകി കേൾക്കുന്ന DJ ശബ്ദത്തിനനുസരിച്ച് ഡാൻസ് ചെയ്യുന്ന കപ്പിൾസ് അടക്കം പല രാജ്യത്തിൽ നിന്നുള്ള പലതരത്തിലുള്ള ആളുകളിലേക്ക് ഫിലിക്സിന്റെ കണ്ണ് പായവേ അവന്റെ മനസ്സിലേക്ക് ഒരു നിമിഷം അപ്പുവിന്റെ മുഖം ഓടിയെത്തിയതും അവന്റെ നാടിഞ്ഞരമ്പുകൾ മുറുകി ദേഷ്യത്തോടെ അവൻ ടേബിളിലുള്ള ബിയർ ബോട്ടിൽ ഒറ്റ വലിക്ക് വായിലേക്ക് കമഴ്ത്തിയിരുന്നു. മറ്റെന്ത് ചിന്തിച്ച് മുഷ്ടി ചുരുട്ടിയിരിക്കുന്ന അവനെ കാണുക അലക്സ് അവനെ നോക്കി. വാട്ട് ഹാപ്പൻ എന്ന് കുഴഞ്ഞ ശബ്ദത്തോടെ ചുണ്ടോട് ഗ്ലാസ് അടുപ്പിക്കുന്നതിനോടൊപ്പം ചോദിച്ചതും ഫിലിക്സ് പെട്ടെന്ന് സ്വബോധത്തിലേക്ക് വന്നുകൊണ്ട് നത്തിങ് ബ്രോ, ജസ്റ്റ് വാട്ട്, ആ കൊച്ചുമായിട്ട് എന്താടാ ഇന്ന് അലക്സ് ചോദിക്കുന്നത് കേട്ട് ഫിലിക്സ് ഒന്ന് ഞെട്ടി. പിന്നെ അത് നിമിഷ നേരം കൊണ്ട് കലിപ്പിലേക്ക് വഴിമാറിയതും ഒരു വേള ഇന്ന് നടന്ന ഓരോന്നും ഓർത്തെടുത്ത് അവനോടായി പറഞ്ഞു. ഇന്നേ വരെ ഒരു പെണ്ണും എൻ്റെ മേലെ കൈവച്ചിട്ടില്ല ബ്രോ, ബട്ട് നൗ ഷീ ഹിറ്റ് മീ. ഐ വിൽ ഷോ യു വൃന്ദ. ഫിലിക്സിനെ നിനക്ക് ശരിക്കും അറിയത്തില്ലടി എന്നൊരു തരം ഭാവത്തോടെ ടേബിളിലുള്ള ബിയർ ബോട്ടിൽ ഒരു കയ്യാൽ വരിഞ്ഞു മുറുക്കി പറഞ്ഞവൻ ഒറ്റ വലിക്ക് വായിലേക്ക് കമഴ്ത്തിയതും ഉള്ളിൽ കിടന്ന ചില നിഗൂഢ സംശയങ്ങൾ മനസ്സിലേക്ക് വരവേ അവൻ അത് ചോദിക്കാനായി. ബ്രോ, ഇന്നെന്നാ അവളുടെ ചേച്ചിയായിട്ട്? സംതിങ് നൗ, വാട്ട് ഹാപ്പൻ ബ്രോ, ഡു യു നോ ഹെർ? കുടിച്ച് കാലിയാക്കിയ ഗ്ലാസ് ടേബിളിൽ വിരലിട്ട് കറക്കവേ പ്രതീക്ഷിച്ച ചോദ്യം കേട്ടതും അലക്സിന്റെ ചുണ്ടിൽ വന്യമായ ഒരു ചിരി വിരിഞ്ഞു. അത് ഫിലിക്സിന്റെ കൂടുതൽ കുഴപ്പിച്ചതും അതേസമയം ഡാൻസ് ചെയ്ത ഏതോ മദാമ കൊച്ചിന്റെ കണ്ണ് നമ്മുടെ അലക്സിനെ ഊറ്റുകയായിരുന്നു. ചെക്കൻ്റെ ഒടുക്കത്തെ ഗ്ലാമറും ഷർട്ടിന്റെ 2-3 ബട്ടൺസ് അഴിഞ്ഞു കിടക്കുന്നതിനോടൊപ്പം സിക്സ് പാക്ക് ബോഡിയിലെ അവന്റെ വിരിഞ്ഞ നെഞ്ചിൽ തെളിഞ്ഞു കാണുന്ന ടാറ്റുവും ഭംഗി കൂട്ടാൻ എന്ന പോലുള്ള അവന്റെ സിൽവർ ചെയിനും അവളെ അവനിലേക്ക് കൂടുതൽ ആകർഷിപ്പിച്ചതും ഒരു ചിരിയോടെ അവൾ അവനെ നോക്കി നിന്നു. അവളുടെ കൂടെയുള്ളവനോട് 1 മിനിറ്റ് എന്ന് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് വിട്ടു. സത്യം പറ ബ്രോ, നീ ഇന്ന് ആ കൊച്ചിനെ എന്നാ? എക്സ്ക്യൂസ് മീ, വിൽ യു കം ഡാൻസ് വിത്ത് മീ? പെട്ടെന്ന് ആ കൊച്ചു വന്ന് അലക്സിനോട് ചേർന്ന് നിന്ന് വശ്യമായ ചിരിയോടെ ചോദിച്ചതും അവൻ ഫിലിക്സിനെ ഒന്ന് നോക്കി അവളെ നോക്കി ചിരിച്ചു. യാ, വൈ നോട്ട് എന്ന് പറയലും അവൾ അതിന് കാത്തിരുന്ന പോലെ സന്തോഷത്തോടെ അവന്റെ കയ്യിലായി പിടിച്ചു. കം ബേബി എന്ന് പറഞ്ഞവനെയും കൊണ്ട് സ്റ്റേജിലേക്ക് പോയി. പതിയെ ഓരോ ചുവട് വെച്ചതും ഫിലിക്സ് അത് കണ്ട് അന്തം വിട്ട് നോക്കി നിൽക്കുന്നത് കണ്ടതും അവന്റെ മുഖഭാവം കണ്ട് അലക്സ് ഒന്ന് ചിരിച്ച് തന്നോട് ചേർന്നവളെ ഒന്ന് കൂടി കറക്കി വിട്ടു. ചേച്ചിയോടെ ഞാൻ ചോദിക്കുന്നേ, ആരാവൻ? ചേച്ചി, അവൻ എന്താ ചെയ്തേ? അവനുമായിട്ട് ചേച്ചിക്ക് എന്താ ബന്ധം? ഒന്ന് പറ ചേച്ചി. കോളേജിൽ നിന്ന് വരുന്ന വഴി തൊട്ട് ചോദിക്കാൻ തുടങ്ങിയതായിരുന്നു അപ്പു. വൈശുവിന്റെ ചെവിക്ക് സ്വൈര്യം തന്നിട്ടില്ല എന്ന് വേണം പറയാൻ. അവസാനം ഗതികെട്ട് ഡ്രസ് മടക്കി വെക്കുന്ന അവളെ പിടിച്ചു തിരിച്ചതും കയ്യിലുള്ള തുണി നിലത്തേക്ക് വീണതും ഈർഷ്യയോടെ അവളെ ഒന്ന് നോക്കി പിന്നെ നെടുവേർപ്പിട്ടു. നിനക്ക് എന്താ അറിയേണ്ടത്? നീ ഒന്ന് ശ്വാസം വിടപ്പൂ.
ഹാ, എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ചേച്ചിയെ ആ വൃത്തികെട്ടവൻ എന്തെങ്കിലും ചെയ്തോ? അടിച്ചോ അതോ വേറെ എന്തെങ്കിലും ചെയ്തോ എന്ന് ഗൗരവം കലർന്ന മുഖഭാവത്തോടെ വൈശുവിനെ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചതും അവൾ വീണ്ടും ചെയ്യുന്ന ജോലി തുടർന്നുകൊണ്ട്, നീ പേടിക്കുന്ന പോലൊന്നും സംഭവിച്ചിട്ടില്ല, അവൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല. അത് കേട്ടതും തെല്ലൊരാശ്വാസം തോന്നി അപ്പു വീണ്ടും അവളെ ഉറ്റുനോക്കിക്കൊണ്ട്, അപ്പൊ ക്ലാസ് റൂമിൽ വെച്ച് എന്താ നടന്നേ? ചേച്ചി എന്തിനാ അവനെ കണ്ടപ്പോ പതറിയേ? ചേച്ചിക്ക് അവനെ നേരത്തെ അറിയാമോ എന്നവൾ ഒരു ഭാവത്തോടെ ചോദിച്ചതും വൈശു ഒന്ന് പതറി. അത് എനിക്കിങ്ങനെ അറിയാം, നീ ഒന്ന് പോയേ അപ്പു. മടക്കി വെച്ച തുണി പതർച്ചയോടെ വേഗത്തിൽ അലമാരിക്കുള്ളിൽ വെച്ച് തിരിയവേ, അങ്ങനെ ഇപ്പൊ ചേച്ചി പോവില്ല, എന്തോ ഉണ്ട്, പറ ചേച്ചി, ആരാവൻ? ആ ഫ്രോഡ് ഫിലിക്സിന് ഇങ്ങനെ ഒരു ബ്രദർ ആണെന്ന് ഇന്നാ മനസ്സിലായേ. അതല്ല ചേച്ചിക്ക് എങ്ങനെ അവനെ പരിചയം എന്ന് തുടങ്ങി അപ്പോ ഓരോന്ന് ചോദിക്കാൻ തുടങ്ങിയതും ശബ്ദം കേട്ട് അമ്മ എങ്ങാനും വരുമോ എന്ന് പേടിച്ച് വൈശു അവളുടെ വാ പൊത്തിപ്പിടിച്ചു. എന്റെ പൊന്നപ്പു, നീ ഒന്ന് പതുക്കെ പറ. ശബ്ദം കേട്ട് അമ്മ എങ്ങനെ വന്നാനെന്താ, ഞാൻ ഇന്നുണ്ടായത് മൊത്തം അമ്മയ്ക്ക് വിളമ്പി കൊടുക്കും. വേണ്ടെങ്കിൽ ചേച്ചി പറ, ഇവളെ വിശ്വസിക്കാൻ കൊള്ളില്ല, അതും പോയി പറയും. പറയാതപ്പൂ വിടില്ലെന്ന് തോന്നിയതും വൈശു തെല്ലൊരു അനിഷ്ടത്തോടെ തിരിഞ്ഞു നിന്നു. മനസ്സിലെ പിരിമുറുക്കം അവളുടെ കൈവിരലുകൾ കൂട്ടിയിരുമലോടെ മനസ്സിലാക്കാമായിരുന്നു. 6 മാസം മുമ്പ് ഞാൻ പല്ലവിയുടെ കല്യാണം കൂടാൻ പോയത് ഓർമ്മയുണ്ടോ നിനക്ക്? ആ ഉണ്ട്, ചേച്ചിയുടെ കൂടെ പഠിച്ച പല്ലവിയല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. തമിഴ്നാട്ടിൽ വെച്ചല്ലായിരുന്നോ? അന്ന് എനിക്ക് എക്സാം ആയതുകൊണ്ട് ഞാൻ വന്നില്ലായിരുന്നല്ലോ. ചേച്ചി ഒറ്റയ്ക്കായിരുന്നല്ലോ പോയേ എന്നത്രയും അപ്പൊ ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചതും വൈശു അതിന് ചെറുതായി അതേന്ന് തലയാട്ടി ഓർമ്മകളിലേക്ക് ഊളിയിട്ടു.